ആചാരത്തിന്റെയും ഫാഷന്റെയും ഒക്കെ ഭാഗമായി മിക്ക സ്ത്രീകളും പ്രായഭേദമന്യേ ഇന്ന് മൂക്കുത്തി ഉപയോഗിക്കുന്നുണ്ട്. പല ഫാഷനുകളിലുള്ള മൂക്കുത്തികൾ ഇന്ന് ലഭ്യമാണ്. എന്നാൽ മൂക്കുത്തി ധരിക്കുന്നതിലൂടെ പതിയിരിക്കുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. വാർത്തയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൂക്കുത്തി ധരിച്ച ഒരു വീട്ടമ്മയ്ക്ക് സംഭവിച്ച വലിയൊരു അപകടത്തിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നും പുറത്തു വന്നത്. കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനിയായ 44-കാരി ശ്വസന സംബന്ധമായ അസ്വസ്ഥതകളെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ദീർഘനാളായി ഇവരെ ആസ്മ സംബന്ധമായ അസുഖങ്ങൾ അലട്ടിയിരുന്നു. മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും വീട്ടമ്മയ്ക്ക് അസുഖം മാറാതെ വന്നതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് സ്കാനിംഗ് നടത്തിയപ്പോഴാണ് ശ്വാസകോശത്തിൽ എന്തോ തറച്ചിരിക്കുന്നതായി കണ്ടെത്തിയത്. പിന്നീട് റിജിഡ് ബ്രോങ്കോസ്കോപ്പിയിലൂടെ അത് പുറത്തെടുക്കുകയും ചെയ്തു. പുറത്തെടുത്ത ശേഷമാണ് ഇത് മൂക്കുത്തിയുടെ പുറകിലുള്ള സ്ക്രൂ ആണെന്ന് അറിയുന്നത്. എന്നാൽ ഇത് ഇന്നോ ഇന്നലെയോ പോയ മൂക്കുത്തിയല്ല. 12 വർഷങ്ങൾക്ക് മുൻപ് കാണാതെ പോയ തന്റെ മൂക്കുത്തിയുടെ ഭാഗമാണ് ഇതെന്നാണ് വീട്ടമ്മ പറയുന്നത്. അന്ന് മൂക്കുത്തിയുടെ പ്രധാന ഭാഗം അവർക്ക് കിട്ടിയെങ്കിലും പുറകിലുള്ള ഈ സ്ക്രൂ ലഭിച്ചിരുന്നില്ല. അന്ന് ഒരുപാട് തിരഞ്ഞെങ്കിലും അത് കിട്ടിയില്ലെന്നും യുവതി പറയുന്നുണ്ട്. ഉറക്കത്തിനിടെ ഊരിപ്പോയ മൂക്കുത്തിയുടെ ഭാഗം മൂക്കിലൂടെ വായിലെത്തുകയും പിന്നീട് ശ്വാസകോശത്തിലേക്ക് എത്തിയതുമാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കൊച്ചി അമൃത ആശുപത്രിയിലെ ഇന്റർവെൻഷണൽ പൾമനോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ കൂടാതെയാണ് മൂക്കുത്തിയുടെ ഭാഗം പുറത്തെടുത്തത്. ഒരു ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഇവർ ആശുപത്രി വിടുകയും ചെയ്തു. എന്തായാലും പലതരം മൂക്കുത്തികൾ വാങ്ങി ധരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.